ഇന്നത്തെ ചെന്നൈ ഹൈദരാബാദ് മാച്ച് കഴിഞ്ഞപ്പോൾ പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ IPLലെ എല്ലാ ടീമിൻ്റെയും പ്ലേ ഓഫ് സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിലവിൽ ഒന്നാം സ്ഥാനത്താണ് ഗുജറാത്ത്. 12 പോയിന്റ് ഗുജറാത്തിനുണ്ട്. 8 മാച്ച് മാത്രമേ കളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് 100% ഗുജറാത്ത് പ്ലേ ഓഫിലെത്തി. അവരെ നമുക്ക് മാറ്റി നിർത്താം. രണ്ടാം സ്ഥാനത്ത് ഡൽഹിയാണ്. അവർക്കും 12 പോയിന്റ് ഉണ്ട്. 8 മാച്ച് മാത്രമേ കളിച്ചിട്ടുള്ളൂ. 100% ഡൽഹി ടീം പ്ലേ ഓഫിലെത്തി. അവരെയും മാറ്റി നിർത്താം. ഇനി മൂന്നാം സ്ഥാനത്ത് RCB ആണ്. അവർക്ക് 12 പോയിന്റ് ഉണ്ട്. 90% RCB പ്ലേ ഓഫിലെത്തി. നാലാം സ്ഥാനത്ത് മുംബൈ ആണ്. അവർക്ക് 10 പോയിന്റ് ഉണ്ട്. 80% മുംബൈ ടീം പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. മുംബൈ ഇതുവരെ 9 മാച്ച് കളിച്ചിട്ടുണ്ട്. RCB മുംബൈയും ഒരുപോലെയാണ്. ഇനി അഞ്ചാം സ്ഥാനത്തുള്ളത് പഞ്ചാബാണ്. 10 പോയിന്റ് പഞ്ചാബിനുണ്ട്. ലക്നൌവിൻ്റെയും അവസ്ഥ ഇതുപോലെ തന്നെയാണ്. ആറാം സ്ഥാനത്ത് 10 പോയിന്റോടെയുണ്ട്. നിലവിൽ അവസാന സ്ഥാനത്തുള്ളത് കൊൽക്കത്ത, രാജസ്ഥാൻ, ഹൈദരാബാദ്, CSK ആണ്. ഈ ടീമുകൾക്ക് പ്ലേ ഓഫ് സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് രാജസ്ഥാൻ ഇനി എല്ലാ മാച്ചിലും ജയിച്ചാലും പ്ലേ ഓഫിലെത്താൻ സാധ്യത തീരെയില്ല. ഇനി അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ രാജസ്ഥാന് പ്ലേ ഓഫിലെത്താൻ സാധിക്കൂ. ചെന്നൈ ടീമിൻ്റെയും അവസ്ഥ ഏകദേശം ഇതുപോലെ തന്നെയാണ്. CSK രാജസ്ഥാനും ഇപ്രാവശ്യം നിരാശപ്പെടുത്തി. CSK 9 മാച്ച് കളിച്ചിട്ടുണ്ട്. രാജസ്ഥാനും 9 മാച്ചാണ് കളിച്ചിരിക്കുന്നത്. രാജസ്ഥാന് 4 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇതേസമയം കൊൽക്കത്ത ടീമിന് 6 പോയിന്റ് ഉണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ ചാമ്പ്യന്മാരായിരുന്നു കൊൽക്കത്തയ്ക്ക് ഇനിയും ഒരു അവസരം കൂടിയുണ്ട്. എന്തായാലും RCB മുംബൈയും പ്ലേ ഓഫിലെത്തുമെന്നത് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ആ 4 ടീമുകൾ ഏകദേശം തീരുമാനമായിരിക്കുകയാണ്. ഗുജറാത്ത്, ഡൽഹി, RCB, മുംബൈ ഇവരായിരിക്കും പ്ലേ ഓഫിലെത്തുന്നത്. പഞ്ചാബിനും ലക്നൌവിനും സാധ്യതയുണ്ട്. അവർക്കും പ്ലേ ഓഫിലെത്താം. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.